ഈ ഐറ്റത്തിൻ്റെ ഒരു ഉരുള മതി കേട്ടോ നമുക്കൊരു പ്ലേറ്റ് ചോറ് കറിയാക്കാൻ. വെറുതെ പറയില്ല കേട്ടോ, സംഭവം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 6 കാശ്മീരി ചില്ലി ഒന്നും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 10-12 വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് തന്നെ മൂത്തിട്ട് വരണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് വേണ്ടത് 2 തക്കാളിയാണ്. അപ്പോൾ ഞാൻ പകുതി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തക്കാളിയുടെ തോല് നീക്കണം നമ്മളിതൊന്ന് വഴറ്റി വരുമ്പോൾ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഈ മുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പിന്നെ മിക്സിയിൽ ഇട്ടുകൊണ്ട് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തക്കാളിയും കൂടി ഇട്ടുകൊണ്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സംഭവം റെഡിയാണ്. ഇതിലേക്ക് ഒരു 4 പപ്പടം കൂടി ഞാനിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നല്ല മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് നല്ല മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റിയാണ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഉരുളുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് അല്ല 2 പ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് ചോറ് കലിയാക്കാം കേട്ടോ. വേറൊരു കറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.